ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. മനഃശാന്തി തേടി അലഞ്ഞ ഒരാൾ ഉൾനാട്ടിലെ കാട്ടിനരികിലുള്ള വിശ്രമ കേന്ദ്രത്തിലെത്തുന്നു. അയാൾ അവിടെ താമസിച്ച് മനഃശാന്തി കൈവരിച്ച് മടങ്ങിപ്പോകാമെന്നാണ് കരുതുക. അവിടെ ആ കൊച്ചു വിശ്രമ കേന്ദ്രത്തിലെ മുറിയിൽ അയാളെ ചിന്തിപ്പിക്കുവാൻ വേണ്ടി ഒരു വാചകം എഴുതി വച്ചിരിക്കുന്നു. You can run away from your problem in search of peace, but then, as long as the problematic self is along with you, how can you be at peace? നിങ്ങൾക്ക് മനഃശാന്തി തേടി നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്നും ഓടിപ്പോകാൻ പറ്റും. പക്ഷേ പ്രശ്നകാരിയായ നിങ്ങളെ തന്നെ നിങ്ങൾ ചുമന്ന് നടക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കെങ്ങനെ മനസ്സമാധാനം ഉണ്ടാവും? എല്ലാവരും മനഃശാന്തിക്ക് വേണ്ടി തിരഞ്ഞ് ഓടി നടക്കുന്നു, ശാന്തി കിട്ടാൻ വേണ്ടി പാടുപെടുന്നു. ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അവസാനം എല്ലാവരും പറയുന്നു, ശാന്തിയില്ല, മനസ്സിന് സ്വസ്ഥതയില്ല, സന്തോഷമില്ല. നിധി കാക്കുന്ന ഭൂതത്തെ പോലെ മാളിക വീടിനുള്ളിൽ നമ്മളങ്ങനെ നരകം തീർത്ത് നരകം കൊടുത്ത് കഴിഞ്ഞുകൊടുന്നു. ഇവിടെ ഇതാ എൻ്റെ കൈവശം മനഃശാന്തിയുടെ പാത എന്ന പുസ്തകം, ഫാദർ ഫ്രാൻസിസ് കാരക്കാട്ടിൻ്റെ സുന്ദരമായ പുസ്തകം. ഇതിൽ അയത്ന ലളിതമായ ഭാഷയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ശാന്തിയിലേക്കുള്ള ഏതോ ഒരു ഉണർവിൻ്റെ തീരത്തേക്ക് സഞ്ചരിക്കുന്ന അനുഭവം നമുക്കുണ്ടാകുന്നു. ആദ്യമേ തന്നെ ശാന്തി തേടിയുള്ള യാത്ര ആരംഭിക്കുന്നത് കുടുംബത്തിലാണ്. ചില കണക്കുകളോടുകൂടി തന്നെ അദ്ദേഹം ശാന്തി മാർഗങ്ങളിലേക്ക് നമ്മെ നയിക്കുന്നു. ശരിക്കും കേരളം ഡൈവോഴ്സ് ക്യാപിറ്റലായി മാറിക്കഴിഞ്ഞു. നേരത്തെ തന്നെ സൂയിസൈഡ് ക്യാപിറ്റൽ എന്ന് കേരളം അറിയപ്പെടുന്നുണ്ട്. ഏറ്റവും അധികമായിട്ട് ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ഈ ഇടത്ത് തന്നെ ഏറ്റവും അധികം ആളുകൾ വിവാഹമോചനം നേടുന്നത്രേ. കേരളത്തിൽ ഓരോ വർഷവും ശരാശരി 1456 കുടുംബിനികൾ ആത്മഹത്യ ചെയ്യുന്നു. ഇനി കുടുംബ പ്രശ്നങ്ങൾ കാരണം 2005 615 കുടുംബിനികളും 1260 പുരുഷന്മാരും ആത്മഹത്യ ചെയ്തത്രേ. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഏഷ്യയുടെ ഡിവോഴ്സ് ക്യാപിറ്റലായി കേരളം നാമകരണം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിൻ്റെ ബിസിനസ് ക്യാപിറ്റലായ എറണാകുളത്തെ കുടുംബ കോടതിയിൽ മാത്രമായി എത്തുന്ന വിവാഹമോചന സംബന്ധമായ കേസുകൾ ഞെട്ടിപ്പിക്കുന്നവയാണ്. 2006 ജനുവരി 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാലഘട്ടത്തിൽ 3330 കേസുകളാണ് കുടുംബ കോടതിയിൽ വന്നത്. വിവാഹമോചനം കാത്തിരിക്കുന്നവരുടെ എണ്ണം പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നർത്ഥം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹ ബന്ധങ്ങൾ തകർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഗ്രന്ഥകർത്താവ് പിസായിലെ ചരിയുന്ന ഗോപുരത്തെക്കുറിച്ച് പറയുന്നു. 14-ാം നൂറ്റാണ്ടിൽ പണി പൂർത്തിയാക്കിയ ഈ ഗോപുരത്തിൻ്റെ പ്രത്യേകത എന്താണ്? പ്രതിവർഷം ഏകദേശം 1.2 മില്ലിമീറ്റർ എന്ന തോതിൽ ഗോപുരം ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായിട്ടെങ്കിലും ചരിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ചരിഞ്ഞ് ഗോപുരമെന്ന് താഴെ വീണ് തകരുന്ന ഗോപുരമായി മാറും. അറിയൂടാ. അതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുതരം ഇരുട്ടിലിരുന്നു കൊണ്ട് ഇപ്പോഴും സ്വപ്നങ്ങൾ കാണുന്നു, എല്ലാം ശരിയാകും എന്ന മട്ടിൽ. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുടുംബത്തിൽ തന്നെ തുടരുമ്പോൾ എങ്ങനെയാണ് കുടുംബത്തിൽ നിന്ന് തന്നെ ശാന്തി ആരംഭിക്കുക? ഇതൊക്കെ രസകരമായിട്ടുള്ള ഒരു ചിന്ത പോളണ്ടിലെ ആൽഫ്രഡ് കോർ സിബിസ്തിയിൽ നിന്നും കടമെടുക്കുന്നു. ആൽഫ്രഡ് കോർ സിബിസ്തിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്: ദ മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടറി. അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. ദ മാപ്പ് ഈസ് നോട്ട് ദ ടെറിട്ടറി. ഈ മാപ്പും ടെറിട്ടറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നാമതായിട്ട് ടെറിട്ടറി എന്നാൽ ഭൂപ്രദേശം, മാപ്പ് എന്നാൽ ഭൂപ്രദേശത്തെക്കുറിച്ചുള്ള മനസ്സിൻ്റെ പ്രതിബിംബം, ഭൂപടം. അപ്പോൾ ഭൂപ്രദേശവും ഭൂപടവും ഒന്നല്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തിക്കൊരു ഭൂപ്രദേശമുണ്ട്, അയാളൊരു ടെറിറ്ററിയാണ്. ആ വ്യക്തിയെക്കുറിച്ച് എനിക്കുള്ള ധാരണ,
അത് ഭൂപടമാണ്. അതെൻ്റെ മനസ്സിൻ്റെ പ്രതിബിംബമാണ്. ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പലപ്പോഴും കാണൂ, കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ പലപ്പോഴും കേൾക്കൂ, ഞാൻ ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നത് മാത്രമേ ഞാൻ ഉൾക്കൊള്ളുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ മറ്റൊരാളെക്കുറിച്ച് തീർക്കുന്ന ഭൂപടത്തിന് എൻ്റെ തന്നെ സാദൃശ്യം ഉണ്ടാവും. ഒരാളെ ചെറിയൊരംശത്തിൽ പോലും മനസ്സിലാക്കിയെടുക്കാൻ സത്യത്തിൽ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ തിരിച്ചറിവ്. പാബ്ലോ പിക്കാസോയോട് ഒരാൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് പ്രകൃതിയിൽ കാണുന്ന കാര്യങ്ങൾ താങ്കൾ അങ്ങനെ തന്നെ ചിത്രത്തിൽ പകർത്താത്തത്? പാബ്ലോ ചോദിച്ചു, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അയാൾ സ്വന്തം പോക്കറ്റിൽ കൈയിട്ട് ഒരു ഫോട്ടോ എടുത്തു, ഭാര്യയുടെ ഫോട്ടോയാണ്. എന്നിട്ട് അയാൾ ആ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഭാര്യയുടെ ഫോട്ടോയാണ്. എൻ്റെ ഭാര്യ യഥാർത്ഥത്തിൽ ഇങ്ങനെ തന്നെയാണ്, ചിത്രത്തിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെയാണ് താങ്കൾ ചിത്രം വരക്കുമ്പോൾ ചെയ്യേണ്ടത്. അങ്ങനെ തന്നെ പ്രകൃതിയിലെ ഓരോന്നും പകർത്തിയെടുക്കുക. പിക്കാസോ ഫോട്ടോ വാങ്ങി നോക്കി, എന്നിട്ട് പറഞ്ഞു, അയ്യോ, നിങ്ങളുടെ ഭാര്യ ഇത്ര ചെറുതും ഇത്ര പരന്നിട്ടുള്ളതുമാണോ? നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ഭൂപ്രകൃതിയെ ഭൂപടമാക്കി മാറ്റുമ്പോൾ അതിനൊരുപാട് ലിമിറ്റേഷൻസ് വരും. നിങ്ങളുടെ ജീവിത പങ്കാളി ഒരു ടെറിട്ടറിയാണ്, ഭൂപ്രദേശം. ആ ഭൂപ്രദേശത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഉള്ള സങ്കല്പം, ധാരണ, അതാണ് ഭൂപടം. നിങ്ങൾ എത്ര ക്ലിയറായിട്ട് വ്യക്തിയെ നിർവചിച്ചെടുക്കാൻ ശ്രമിച്ചാലും അതിനതിൻ്റേതായുള്ള കുറവുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഭൂപടത്തിനനുസരിച്ച് ജീവിതം മുഴുവൻ ജീവിത പങ്കാളി ക്രമീകരിക്കണമെന്നുള്ള വാശി ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സമാധാനം കിട്ടുകയായി. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ട് ആ ഫ്രെയിമിനകത്ത് ഭാര്യയെ പ്രതിഷ്ഠിച്ച്, ഭർത്താവിനെ പ്രതിഷ്ഠിച്ചിട്ട് ഇങ്ങനെയായിരിക്കണം നിങ്ങളുടെ ജീവിതം എന്ന് ജീവിത പങ്കാളിയോട് പറയാതിരിക്കുക. അങ്ങനെ പറയാതിരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായൊരു ആകാശം വേണം, കുറച്ചും കൂടി വിശാലത വേണം. ആ വിശാലത ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മനസ്സമാധാനത്തിൻ്റെ വഴിയിൽ എത്തിച്ചേരുക എളുപ്പമാണല്ലോ. ഭാര്യയ്ക്കും അല്ലെങ്കിൽ ഭർത്താവിനും നിങ്ങൾക്കും തമ്മിൽ ഒരു സ്പേസ് വേണം. ഭാര്യയ്ക്കൊരു സ്പേസ് കൊടുക്കാനായിട്ട് ജീവിത പങ്കാളിക്കൊരു സ്പേസ് കൊടുക്കാൻ സാധിക്കണം. കാരണം നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളുടെ ജീവിത പങ്കാളിയാണ് എന്നതിൻ്റെ പേരിൽ അവരുടെ ആകാശം മുഴുവൻ വെടിയണമെന്ന് നിങ്ങൾ ശാഠ്യം പിടിക്കരുത്. അവർക്ക് അവരുടെ ആകാശമുണ്ട്. അവരുടെ ആകാശത്തെ ശൂന്യതയായി കാണാൻ നിങ്ങൾക്ക് യാതൊരു അവകാശവുമില്ല. അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾക്ക് സ്പേസ് കൊടുക്കുക, അതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്രന്ഥകർത്താവ് മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ട്രാഷ് ബിൻ, ഒരു ഡസ്റ്റ് ബിൻ ആവശ്യമുണ്ട്, ഒരു ചവറ്റുകൊട്ട. ഈ ചവറ്റുകൊട്ട എപ്പോഴും ചവറ് നടക്കാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ ജീവിത പങ്കാളിയെക്കുറിച്ച്, കൂടെ താമസിക്കുന്നവരെക്കുറിച്ച് നിങ്ങൾക്കുള്ള കുറ്റങ്ങളും കുറവുകളും ചിന്തകളും പരാതികളും പിറുപിറുക്കലുകളൊക്കെ ഈ ഡസ്റ്റ് ബിന്നിലേക്ക് ഇടുക. അതങ്ങനെ കൂമ്പാരമായിട്ട് കിടക്കാൻ വേണ്ടിയല്ല, ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ക്ലീനാക്കുക. വീണ്ടും നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഡസ്റ്റ് ബിന്നിലേക്ക് അനാവശ്യമായിട്ടുള്ള മുറുമുറുപ്പുകളും തെറിവാക്കുകളും പൊളിവാക്കുകളൊക്കെ തള്ളിക്കളയുക. അങ്ങനെ തള്ളിക്കളയുമ്പോൾ തന്നെ ജീവിതത്തിന് ഒരു സന്തോഷം വരും. എപ്പോഴും പറയാത്ത പ്രിയവാക്ക് കെട്ടിക്കിടന്നെൻ്റെ നെഞ്ചു കഴിക്കുന്നു, പറയാത്ത തെറിവാക്ക് കെട്ടിക്കിടക്കുന്നതിൻ്റെ ഉള്ളു പിടയ്ക്കുന്നു എന്നൊക്കെ കവി പറഞ്ഞതുപോലുള്ള അവസ്ഥ നമുക്കുണ്ടാകാറുണ്ട്. പറയേണ്ട നല്ല കാര്യം അപ്പപ്പോൾ പറയുക, പറയാൻ തോന്നുന്ന മോശം കാര്യങ്ങൾ അപ്പപ്പോൾ പറയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ചിലതൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് പറയാമെന്ന് കരുതി കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങളുടെ ഉള്ളിലുള്ള രോഷം അകന്നു കഴിഞ്ഞപ്പോൾ പറയുന്ന വാക്കുകൾക്ക് പൊള്ളൽ കുറയും. ചില നേരങ്ങളിൽ വല്ലാത്ത മുറിപ്പെടുത്തുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എത്രയെത്ര മുറിവുകളാണ് ജീവിത പങ്കാളിക്കും കൂടെ താമസിക്കുന്നവർക്കൊക്കെ നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി ചില ആളുകളുണ്ട്, അവർ ലോകത്തിന് മുഴുവൻ സമാധാനം കൊടുക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങും. പക്ഷേ വീട് വിട്ടിറങ്ങുമ്പോൾ വീട്ടിലുള്ളവർ അശാന്തിയുടെ തീരങ്ങളിലൂടെ വെറുതെ ഇങ്ങനെ വേച്ച് നടക്കുകയാണെന്ന കാര്യം അവർ മറന്നുപോകും. സൂഫി സന്യാസിമാർ പറഞ്ഞു തരുന്ന കഥയുണ്ട്. ഒരാൾ ലോകത്തെ മുഴുവൻ നന്നാക്കാൻ വേണ്ടി വീട് വിട്ടിറങ്ങുകയാണ്. അപ്പോൾ ഒരു സന്യാസി വഴിയിൽ വെച്ച് അയാളെ തടഞ്ഞു നിർത്തി. എന്നിട്ടൊരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ, നിന്റെ വീട്ടിലുള്ള പൂന്തോട്ടം മുഴുവൻ കരിഞ്ഞുണങ്ങിക്കിടക്കവേ മരുഭൂമിയിൽ വെള്ളമൊഴിക്കാൻ നീ പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നിന്റെ വീടിന് തൊട്ടു മുന്നിലുള്ള പൂന്തോട്ടം മുഴുവൻ കരിഞ്ഞുണങ്ങിക്കിടക്കുമ്പോൾ മരുഭൂമിയിൽ വെള്ളമൊഴിക്കാൻ പോകുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സോ ദ ക്വസ്റ്റൻ ഈസ്, ഡു ഐ തിങ്ക് ദ ഫ്ലവേഴ്സ് ഇൻ മൈ ഗാർഡൻ ആർ ഫേഡിങ് ഔട്ട്? ഇതൊരു ചോദ്യമാണ്. എൻ്റെ സ്വന്തം ഉദ്യാനത്തിലെ പൂക്കളൊക്കെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഞാനൊന്ന് തൊട്ടപ്പോൾ തന്നെ ഇല കൊഴിഞ്ഞു പോയി.
പൂക്കൾ കരിഞ്ഞുപോയി എന്ന അവസ്ഥയാണെങ്കിൽ പിന്നെ മരുഭൂമിയിൽ വെള്ളമൊഴിക്കാൻ പോകുന്ന ആ ഒരു പ്രക്രിയയിലേക്ക് നിങ്ങൾ എടുത്ത് ചാടേണ്ട ആവശ്യമില്ല. മരുഭൂമിയിലേക്ക് ദൈവം കനിവിൻ്റെ മഴ എന്തെങ്കിലും പെയ്യിക്കട്ടെ. നിങ്ങൾ മഴയായി പെയ്തിറങ്ങേണ്ടത് ആദ്യം നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ്. ശാന്തി അവിടെ ആരംഭിക്കട്ടെ. ലിയോ ടോൾസ്റ്റോയെക്കുറിച്ച് പറയുമ്പോൾ സമാധാനത്തിൻ്റെ ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു വരിക. അദ്ദേഹം സമാധാനത്തെക്കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. കഥാപാത്രങ്ങൾക്കൊക്കെ നന്മയുടെ തിളക്കമുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെക്കുറിച്ച് എഴുതുന്നത് വായിക്കുക. സോനിയ എന്ന ഈ ഭാര്യ ടോൾസ്റ്റോയെക്കുറിച്ച് എഴുതി വെക്കുന്നു. അദ്ദേഹത്തിൽ ആത്മാർത്ഥമായ ഊഷ്മളത അല്പമേയുള്ളൂ. തൻ്റെ ദയ ഹൃദയത്തിൽ നിന്നല്ല, തത്വങ്ങളിൽ നിന്നുമാണ് വരുന്നത്. വെള്ളം തൊട്ടികളിൽ കൊണ്ടുപോകുന്നതിന് അദ്ദേഹം തൊഴിലാളികളെ എത്രയധികം സഹായിച്ചിരുന്നു എന്ന് ജീവചരിത്ര ഗ്രന്ഥങ്ങൾ പ്രസ്താവിക്കും. എന്നാൽ തൻ്റെ ഭാര്യയ്ക്ക് ഒരു വിശ്രമവും അദ്ദേഹം നൽകിയിട്ടില്ല. അതും ഈ കഴിഞ്ഞ 32 വർഷങ്ങളിൽ സ്വന്തം കുഞ്ഞിന് ഒരു പാത്രം വെള്ളം പോലും കൊടുക്കുകയോ ചെയ്തിട്ടില്ല. എൻ്റെ എല്ലാ അധ്വാനങ്ങളിൽ നിന്നും അല്പമൊന്ന് വിശ്രമിക്കുന്നതിന് കുഞ്ഞിൻ്റെ കിടക്കക്കരികിൽ 5 മിനിറ്റ് സമയം ഇരിക്കുകയോ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന വസ്തുത ആരും ഒരിക്കലും അറിയുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില ആളുകളൊക്കെ ലോകത്തിന് മുഴുവൻ സമാധാനം കൊടുക്കുവാൻ വേണ്ടി സമാധാനമില്ലാത്ത ഭൂതങ്ങളെ പോലെ അലയുകയാണ്. ആദ്യം സമാധാനം കൊടുക്കേണ്ടത് സ്വന്തം വീട്ടിൽ തന്നെയാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തെ, ആദ്യം ചോദിക്കുക, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിങ്ങളുടെ ജീവിത പങ്കാളി, അവരിലൂടെ നിങ്ങൾക്കുണ്ടായ കുഞ്ഞുങ്ങൾ, അവർക്ക് ശാന്തി കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ മരുഭൂമിയിൽ പോയി മഴയായി തീരും എന്ന പാഴ്ക്കിനാവ് കാണണ്ട ചങ്ങാതി. പിന്നെ ചില ആളുകളൊക്കെ സമാധാനം, സന്തോഷവും സംതൃപ്തിയൊക്കെ തിരഞ്ഞു പോകുന്നതിനിടയിൽ പണത്തിലൂടെ എല്ലാം നേടിയെടുക്കാനാവുമെന്ന് കരുതുന്നു. വളരെ വിചിത്രമായൊരു സംഭവം ഗ്രന്ഥകർത്താവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. 1998 ജൂലൈ 13 കാസർഗോഡ് ജില്ലയിലെ ചെർല എന്ന സ്ഥലത്ത് അന്ന് അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. കാലവർഷക്കെടുതിയിൽപ്പെട്ട് മരിക്കുന്നവരുടെ കുടുംബത്തിന് ഗവൺമെൻറ്റിൻ്റെ ദുരിതാശ്വാസം കിട്ടുമെന്ന് അറിയാവുന്ന ഒരു യുവാവ് കിട്ടിയ അവസരം പാഴാക്കാതെ സ്വന്തം അമ്മയെ ഇരച്ചു വന്ന മലവെള്ളത്തിലേക്ക് അയാൾ തള്ളിയിട്ടു. അമ്മ പോയാലെന്ത്, പണം വരുമല്ലോ, പണം കിട്ടുമെന്നുള്ള ഒരുറപ്പിൽ അമ്മയെ വെള്ളത്തിലേക്ക് തള്ളിയിടുന്ന മക്കളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അവരും പിന്നീട് സമാധാനത്തിന് വേണ്ടി അലയുമായിരിക്കാം. കിട്ടുമോ? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കരിനിഴൽ പോലെ നമ്മളെ പിന്തുടരുമ്പോൾ എങ്ങനെയാണ് ശാന്തിയുടെ നറുനിലാവ് നമ്മെ വന്ന് തൊടുക? ഇനി ഒരുപാട് പണമുള്ളത് കൊണ്ട് സമാധാനം ഉണ്ടായി എന്ന് ഒരിക്കലും ഉറപ്പിക്കാൻ പറ്റുകയില്ല. റീഡേഴ്സ് ഡൈജസ്റ്റ് മാസികയിൽ അച്ചടിച്ച് വന്ന ഒരു കുടുംബത്തിൻ്റെ ദുരന്തം നിറഞ്ഞ കഥ. 160 കോടി രൂപ ലോട്ടറി അടിച്ച അമേരിക്കൻ ദമ്പതികളാണ്. 2000 ഇവർക്ക് ലോട്ടറി അടിച്ചത്. ഇനി മതിമറന്ന് സന്തോഷത്തിൽ എല്ലാ ആഹ്ലാദങ്ങളിലും മുഴുകി ജീവിക്കാം എന്നവർ ചിന്തിച്ചു. കൊട്ടാരം പോലുള്ളൊരു വീട് പണിതു, ജോലിയെല്ലാം രാജിവെച്ചു, മാസം തോറും വാഹനങ്ങൾ മാറ്റി, സുഖലോലുപതയിൽ മുങ്ങിക്കുളിച്ച് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഒരുപാട് പ്ലഷേഴ്സ് ഉള്ളത് കൊണ്ട് സന്തോഷം ഉണ്ടാകണമെന്നില്ല. അങ്ങനെ പ്ലഷേഴ്സിൽ മാത്രം കുടുങ്ങിയ ജീവിതത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ വിരസത വന്നു തുടങ്ങി. സംശയങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ, അകൽച്ചകൾ. രണ്ടുപേരും താമസിയാതെ അകന്നു. കൊട്ടാരം ശരിക്കും തടവറയായി മാറിയതുപോലെ. ഭർത്താവ് മദ്യപിക്കാൻ തുടങ്ങി. മദ്യം അയാളുടെ ജീവിതത്തെ കാലം ചെല്ലും മുമ്പേ കവർന്നെടുത്തു. അയാൾ മരിച്ചു. ഭാര്യയ്ക്ക് കൊട്ടാരത്തിലെ ജീവിതം നേരത്തെ പറഞ്ഞതുപോലെ പാറാവിലെ ദുരിതം പിടിച്ച ഇരുട്ട് കലർന്ന ജീവിതം പോലൊരു തോന്നൽ. അവസാനം കടുത്ത ഏകാന്തത. ഈ ഏകാന്തതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് 2005 അവർ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. ശാന്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ പണം വേണമെന്നില്ല, മറിച്ച് എന്തിനും അപ്പുറത്തേക്കുള്ളൊരു കാഴ്ച കാണാനുള്ള തുറന്ന കണ്ണ് വേണം, കാഴ്ചപ്പാട് വേണം. ഇതുള്ളവർക്കാണ് സന്തോഷം, സമാധാനവും അനുഭവിക്കുവാൻ ആവുക. ഇങ്ങനെ സന്തോഷവും സമാധാനവും കിട്ടുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത്.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഈ ട്രെഡ്വില്ലിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നവരെ പോലെയാണ്. ട്രെഡ്വില്ലിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നവർ അവർ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെയെങ്കിലും എത്തിച്ചേരുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്, എങ്ങും എത്തിച്ചേരുവാൻ വേണ്ടിയല്ലാതെ വെറുതെ ജീവിതകാലം മുഴുവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഓടുന്നു, നേടുന്നു, വീണ്ടും ഓടുന്നു, വീണ്ടും നേടുന്നു. ഓട്ടം തന്നെ ഓട്ടം. ആലീസ് ഇൻ ദ വണ്ടർലാൻഡിലെ ഓട്ടക്കാരെ പോലെയാണ്. നിന്ന നിൽപ്പിൽ തന്നെ നിൽക്കാൻ വേണ്ടി ഇത്ര വേഗത്തിൽ ഓടണമെന്നാണ് ആലീസിനോട് ആരോ പറയുക. എല്ലാവരും നിന്ന നിൽപ്പിൽ തന്നെ ഒന്ന് നിൽക്കാൻ വേണ്ടി പെടാപ്പാട് പെട്ട് ഫസ്റ്റ് ആകാനും, ബെസ്റ്റ് ആകാനും, ഫിറ്റസ്റ്റ് ആകാനും, ഫാസ്റ്റസ്റ്റ് ആകാനും, റൺ ബേബി റൺ എന്ന മട്ടിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് എന്ത് നേടി? ഇതാണ് വലിയ പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി മാറുക. ഇങ്ങനെ എന്തൊക്കെയോ നേടാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പരസ്പരം പരിക്കേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദാമ്പത്യത്തെ വലിയൊരു അപകടമായി കാണുന്നവരുണ്ട്. ഏതായാലും ഇനി കടുത്ത അപകടത്തിലെ ഈ ദാമ്പത്യ ബന്ധം ചെന്ന് അവസാനിക്കൂ. അപ്പോൾ ഒരുപാട് പരിക്കുകളില്ലാതെ അപകടത്തിന് മുമ്പ് രക്ഷപ്പെടാൻ വേണ്ടി ആളുകൾ വിവാഹമോചനത്തിൻ്റെ വാതിലിലൂടെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു. എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ജീവിതം. കേട്ടുകൊണ്ടിരിക്കുന്നവരെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തന്നെ തോന്നുന്നുണ്ടോ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഭൂപടം ഒന്നൊന്ന് മാറ്റി നോക്കുക. നിങ്ങളുടെ കാഴ്ചപ്പാടും നിങ്ങളുടെ കാഴ്ചയും കുറച്ചുകൂടി വ്യത്യസ്തമാക്കുമ്പോൾ ജീവിതം തന്നെ മാറിയേക്കാം. അടുത്തൊരു ചിന്ത, യഥാർത്ഥത്തിൽ മനസ്സമാധാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? യഥാർത്ഥ മനസ്സമാധാനം നമ്മെ തേടി എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ജീവിതത്തിൽ ഒരു ഗിഫ്റ്റായി മാറണം. വാട്ട് യു ആർ ഈസ് ഗാഡ്സ് ഗിഫ്റ്റ് യു. വാട്ട് യു ബിക്കം ഈസ് യുവർ ഗിഫ്റ്റ് ഗാഡ്. നിങ്ങൾ എന്താണോ ഇപ്പോൾ, അത് ദൈവത്തിൻ്റെ സമ്മാനം. നിങ്ങൾ എന്തായി തീരുന്നുവോ, അത് ദൈവം നിങ്ങൾക്ക് തരുന്ന സമ്മാനം, അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് നൽകുന്ന സമ്മാനം. നിങ്ങളെന്തായി തീരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവം ഏതായാലും നിങ്ങൾക്ക് ഇത്രയ്ക്കേറെ ദാനമായി തന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങളെന്താണ് ദാനമായി ഈ ലോകത്തിന് വച്ച് നീട്ടുക, ദൈവത്തിന് വച്ച് നീട്ടുക? നോബൽ സമ്മാന ജേതാവായിട്ടുള്ള ആൽബർട്ട് ഷ്വൈറ്റ്സർ, അദ്ദേഹം പറയുന്ന ഒരു ആശയമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, വാട്ട് ഗീവ്സ് യു മോർ മീനിങ്ഫുൾനെസ് ഇൻ യുവർ ലൈഫ് ഈസ് ദ സെക്കൻഡ് ജോബ് ദാറ്റ് യു ഡു. നിങ്ങളുടെ ജീവിതത്തിന് കുറച്ചും കൂടി സന്തോഷം നൽകുന്നത് നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന രണ്ടാമത്തെ ജോലി. അതെന്താണ് ഈ രണ്ടാമത്തെ ജോലി? അദ്ദേഹം ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നു. അദ്ദേഹം ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. ഒരു വൃദ്ധൻ ഏതോ ഗ്രാമത്തിൽ നിന്നും പട്ടണത്തിലേക്ക് വന്ന വൃദ്ധൻ ട്രെയിനിലുണ്ട്. അയാൾക്ക് തൊട്ടടുത്ത് അപരിചിതനായൊരു യുവാവുമുണ്ട്. അവർ പരിചിതരായി മാറുന്ന സംസാരത്തിലൂടെ. വൃദ്ധനും വല്ലാത്ത പേടി. അപകടത്തിൽപ്പെട്ട മകനെ കാണാൻ വേണ്ടി പട്ടണത്തിലേക്ക് പോവുകയാണ് അയാൾ. പക്ഷെ സന്ധ്യയായപ്പോൾ എവിടെയാണ് ആശുപത്രി എന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. ഇനി കൃത്യമായി അവിടെ ചെന്ന് ചേരുമോ, മകനെ കാണുമോ, ഇനി കണ്ടതിന് ശേഷം കൃത്യമായി മടങ്ങാനാകുമോ? അയാൾക്ക് വല്ലാത്ത പേടികൾ. സ്വാഭാവികമാണ്, വാർദ്ധക്യത്തിൻ്റെ പേടികളാണ്. പക്ഷെ കൂടെയുള്ള യുവാവ് സ്വന്തം മകനെ പോലെ പെരുമാറുകയാണ്. അയാൾ പറയുന്നു, എൻ്റെ ട്രെയിൻ നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമില്ല, ഞാൻ നിങ്ങളെ കൃത്യസ്ഥലത്ത് എത്തിച്ചേരാം, നിങ്ങളോടൊപ്പം ഞാൻ വരാം. നിങ്ങളുടെ മകനെ കണ്ടതിന് ശേഷം നിങ്ങൾ സുരക്ഷിതമായി ആ ഇടത്ത് എത്തിച്ചേർന്നതിന് ശേഷം ഞാൻ മടങ്ങിപ്പോകാം. ആൽബർട്ട് ഷ്വൈറ്റ്സർ പറയുന്നു, ഇതാണ് സെക്കൻഡ് ജോബ്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ യുവാവിൻ്റെ ഹൃദയത്തിലുള്ളൊരു സന്തോഷമുണ്ട്, അവൻ്റെ മുഖത്ത് തെളിഞ്ഞു കാണാം. ഇങ്ങനെയുള്ള സന്തോഷ പ്രവൃത്തികളാണ് അവനെ അവനാക്കി തീർക്കുക, മനുഷ്യനാക്കി മാറ്റുക. അതാണ് യഥാർത്ഥത്തിലുള്ള സ്ഥായിയായ നിലനിൽക്കുന്ന ശാന്തി അവന് കൊടുക്കുക. സത്യമാണ്. നമ്മളുടെയൊക്കെ പ്രശ്നം എന്താണ് ചങ്ങാതി? നമ്മളിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. നേരത്തെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മിൽ തുടങ്ങി, നമ്മിൽ കുടുങ്ങി, നമ്മിൽ ഒടുങ്ങുന്ന ഒരു ജന്മത്തിൻ്റെ പേരാണ് ഈ ജീവിതം എന്നുള്ളത്. നമ്മളിലൂടെ അല്ലാതെ നമ്മൾ എങ്ങും എത്തുന്നില്ല. ഇനി ചെല്ലുന്നിടത്തൊക്കെ നമ്മൾ നമ്മളെ മാത്രമേ കണ്ടെത്തുന്നുള്ളൂ. അപ്പം നമ്മളിൽ നിന്ന് തുടങ്ങിയിട്ട് നമ്മളിൽ തന്നെയാണ് നമ്മൾ എത്തിച്ചേരുന്നത്, വേറെ ഒരാളിലും എത്തിച്ചേർന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ സെക്കൻഡ് ജോബിനെ കുറിച്ച് ചിന്തിച്ച് നോക്കുക. എല്ലാ ദിവസവും എന്തെങ്കിലും നന്മ ചെയ്യുന്ന എത്ര നല്ല കാര്യമാണ്. തീവണ്ടി യാത്രക്കിടയിൽ കണ്ടുമുട്ടിയ ഒരു അമേരിക്കൻ ടൂറിസ്റ്റ് എന്നോട് പറഞ്ഞു, അയാൾ 16-ാമത്തെ വയസ്സിലെടുത്തൊരു തീരുമാനമുണ്ട്, എല്ലാ ദിവസവും 100 നല്ല പ്രവൃത്തികൾ ചെയ്തതിന് ശേഷമേ ഉറങ്ങാൻ പോകുമെന്ന്. അയാളിപ്പോൾ പറയുന്നു, ഇങ്ങനെ 100 പ്രവൃത്തികളെങ്കിലും നന്മ പ്രവൃത്തിയായി ചെയ്ത് കഴിയുമ്പോൾ ഓരോ ദിവസത്തിനും ഒരു സെലിബ്രേഷൻ്റെ മൂഡാണ്. അയാൾ ട്രെയിനിൽ തന്നെ ചായ കൊണ്ടുവരുന്ന ആളെ നോക്കിയിട്ട് ഹൃദ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ഗുഡ് മോർണിംഗ് പറയുന്നു. ചായ രുചിച്ചതിന് ശേഷം വളരെ നന്നായിരിക്കുന്നു അഭിനന്ദിച്ച് പറയുന്നു. അവൻ എന്തെങ്കിലും ചെറിയ കുഞ്ഞു സമ്മാനങ്ങൾ അടുത്തിരിക്കുന്നവർക്ക് കൊടുക്കുന്നു, കൈവശമുള്ള സ്വീറ്റ്സ് പകർന്നു കൊടുക്കുന്നു. നന്മയുടെ സെലിബ്രേഷൻ. ആൻഡ്
he begins to be a celebration for others. അയാളൊരു ഉത്സവാഘോഷം പോലെയാണ്. അങ്ങനെയൊക്കെയല്ലേ ജീവിതമാകേണ്ടത്? നമ്മുടെ ഇരുണ്ട കോട്ടയിൽ ഇങ്ങനെ നമ്മൾ തളം കെട്ടിയ ദുഃഖങ്ങൾ പോലെ, തളച്ചിടപ്പെട്ട മോഹഭംഗങ്ങൾ പോലെ കഴിയുമ്പോൾ ഇതിനെ ജീവിതമെന്ന് വിളിക്കാൻ പറ്റും. സോ ബ്രേക്ക് ഓപ്പൺ the prisons and get out of your own prisons, and that gives you the inner peacefulness and happiness. ഇതും ഒരു സന്ദേശമായിട്ട് സ്വീകരിക്കാവുന്നേ ഉള്ളൂ. വീണ്ടും യാത്ര തുടരുമ്പോൾ അദ്ദേഹം പറയുന്നു, നമ്മുടെ ഉള്ളിലുള്ള ഏറ്റവും ബെസ്റ്റിനെ കണ്ടെത്തുക. അത് കണ്ടെത്തി കഴിയുമ്പോൾ തന്നെ ജീവിതം കുറച്ചും കൂടി സുന്ദരമായി മാറിയേക്കാം. ഈ ബിസിനസ്സിൽ ഉപയോഗിക്കുന്ന ഒരു ടേമുണ്ട്, യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ, USP, യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ. അതായത് എല്ലാവർക്കും എല്ലാമായി തീരാൻ പറ്റും. എല്ലാവരും എല്ലാമായി തീരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഫെയിലിയർ ആയിരിക്കും റിസൾട്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ബെസ്റ്റാകാവുന്ന ഒരിടമുണ്ട്, ഒരു തലമുണ്ട്, അത് കണ്ടെത്തുക. അതിനെയാണ് യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് മൈ റിസ്ക്? എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ബെസ്റ്റ് പുറത്തു കൊണ്ടുവരാവുന്ന തലം ഏതാണ്? അത് കണ്ടെത്തുക. അത് കണ്ടെത്തി കഴിയുമ്പോൾ ഒരാൾ പെട്ടെന്ന് ഒരു ബ്ലോസമിങ്ങിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അയാൾ വസന്തമായി തീരുകയാണ്. ഒരു പൂവിതൾ വിരിയുന്നത് പോലെ അയാളുടെ ജീവിതം ഇതൾ വിരുത്തി പറക്കാൻ തുടങ്ങുന്നു. അങ്ങനെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യുവജനങ്ങൾ അവരുടെ ബെസ്റ്റും അവരുടെ ഗ്രേറ്റസ്റ്റും ബ്രൈറ്റസ്റ്റും പുറത്തു കൊണ്ടുവരാവുന്ന തലവും ഇടവും കണ്ടെത്തുക. അത് കണ്ടെത്താതെ എല്ലാത്തിലും കൈയിട്ട് വാരിക്കഴിഞ്ഞാൽ കയ്യിൽ നിന്നും വാരിയെടുത്തതൊക്കെ ചോർന്നു പോകും. അതാണ് പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇച്ഛാഭംഗത്തോടുകൂടി എല്ലാം ചോർന്നു പോയല്ലോ, കാലമെല്ലാം കവർന്നെടുത്തല്ലോ എന്ന് കരഞ്ഞങ്ങനെ വിലപിച്ച് ഒരു യുവാവ് ഇരിക്കുകയാണ്. ആ യുവാവിൻ്റെ പേര് നിങ്ങളുടെ പേരാണോ? എല്ലാം കവർന്നെടുത്തു കാലം, എല്ലാം ചോർന്നു പോയി, കാറ്റെടുത്തു, കടലെടുത്തു സ്വപ്നങ്ങളെ, ജീവിതം മുഴുവൻ കശക്കിയെറിഞ്ഞു കൊടുങ്കാറ്റ്, ഒരു ഉഷ്ണക്കാറ്റ് പോലെ ഞാനായി മാറി എന്നൊക്കെ കവിത എഴുതുന്നതിൽ അർത്ഥമില്ല എന്ന് പ്രിയപ്പെട്ട യുവാവെ തിരിച്ചറിയുക. ഇനി ജീവിതത്തിൽ സംഭവിക്കുന്നതിൽ എന്തിലും ദൈവത്തിൻ്റെ ഒരു കരമുണ്ടാകാം. ഈ ഗ്രന്ഥകർത്താവിൻ്റെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. അദ്ദേഹം പറയുന്നു, there is no coincidences, only God incidences are there. That's true. There is no coincidences. ഈ യാദൃശ്ചികത്വം എന്നൊന്നും പറയാനില്ല. ഗാഡ് ഇൻസിഡൻസേ ഉള്ളൂ. ദൈവം പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടതെല്ലാം കൃത്യമായിട്ട് ചെയ്തു, പദ്ധതികൾ ഒരുങ്ങി നിങ്ങളെ തന്നെ ഉരുക്കിയെടുത്ത് മെരുക്കിയെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോയി. എന്നിട്ടും ചില കാര്യങ്ങൾ സംഭവിച്ചു. അതാണ് ഗാഡ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. നിങ്ങളൊന്നും ചെയ്യാതെ ഞാനൊന്നും അറിഞ്ഞില്ല, ഞാനൊന്നും കേട്ടില്ല, ഞാൻ ഉറങ്ങുകയായിരുന്നു, ഞാൻ കിനാവ് കാണുകയായിരുന്നു എന്ന മട്ടിലാണ് മുന്നോട്ട് പോയിട്ടുള്ളതെങ്കിൽ സംഭവിച്ചതിനെ ഗോഡ് ഇൻസിഡൻസ് എന്ന് പറയാൻ പറ്റില്ല. അത് നിങ്ങളുടെ പാളിച്ചകളുടെ പ്രതിബിംബനമായിരുന്നു. പക്ഷെ നിങ്ങളെല്ലാം നന്നായിട്ട് ചെയ്തതിന് ശേഷവും ചില ട്വിസ്റ്റും ടേൺസും ജീവിതത്തിൽ വരും. അതാണ് ഗാഡ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്, ദൈവം ഒരുക്കിയ പദ്ധതി. അപ്പോൾ അതിനെക്കൂടി ജീവിതത്തിലേക്ക് സ്വീകരിച്ചു കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി സന്തുഷ്ടമായി മാറും കാര്യങ്ങൾ. അവസാനമായിട്ട് ഒരാൾ ശാന്തിയുടെ പാഠങ്ങൾ പഠിച്ചെടുക്കുന്നത് അയാളുടെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അടുത്ത ഒരു തലമുറയെ ശാന്തിയുള്ള തലമുറയാക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ നേരത്തെ ശാന്തിയുടെ ട്രെയിനിങ്ങുകൾ കൊടുക്കുക. പുരാണത്തിലെ കഥാപാത്രം ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ അർജുനനോട് സംസാരിക്കുകയാണ്. അർജുനനുമുണ്ട്, ഒപ്പം ഭാര്യ സുഭദ്രയുമുണ്ട്. രണ്ടുപേരോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. കൃഷ്ണൻ അർജുനന് കുറേ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പത്മവ്യൂഹത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, യുദ്ധത്തിനിടയിൽ പത്മവ്യൂഹത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങനെയൊക്കെ അതിൽ നിന്നും വിദഗ്ധമായി രക്ഷപ്പെടാനാവും, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കെ മൂളിക്കേൾക്കുന്നുണ്ട് അർജുനൻ. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം മൂളൽ കേൾക്കുന്നുണ്ട്. പക്ഷേ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അർജുനനും ഉറങ്ങുന്നു, ഭാര്യയായ സുഭദ്രയും ഉറങ്ങുന്നു. പിന്നെ ആരാണ് മൂളുക? ഒന്നും കൂടി സൂക്ഷിച്ച് അദ്ദേഹം ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി, സുഭദ്രയുടെ ഉള്ളിലുള്ള കുഞ്ഞാണ് മൂളിക്കൊണ്ടിരിക്കുന്നത്. ആ കുഞ്ഞാണ് അഭിമന്യു.
ഒരു കുഞ്ഞല്ലേ മൂളുന്നത് എന്ന് കരുതി അദ്ദേഹം പത്മവ്യൂഹം ഭേദിക്കുന്നതിനെക്കുറിച്ചുള്ള പാഠം അവിടെ അവസാനിപ്പിച്ചു. പക്ഷേ അഭിമന്യു എന്ന ദക്ഷിണാശാലിയായിട്ടുള്ള യോദ്ധാവ് അന്ന് പത്മവ്യൂഹം ഭേദിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ആ പാഠം കേട്ടിരുന്നെങ്കിൽ പിന്നീട് പുരാണത്തിലെ അടുത്ത സംഭവങ്ങളിൽ ഈ അഭിമന്യു പത്മവ്യൂഹത്തിനിടയിൽ പെട്ട് മരിക്കുന്ന അനുഭവം ഉണ്ടാകില്ലായിരുന്നു. പല യുവജനങ്ങളും ഏതൊക്കെയോ സമരക്കളങ്ങളിൽ വെറുതെ മരിച്ചു വീഴുകയാണ്. എന്നിട്ട് അശാന്തിയുടെ ഏതോ ലോകത്തേക്ക് ഗതികിട്ടാത്ത ആത്മാക്കളെ പോലെ നടന്നു പോവുകയാണ്. അവർക്ക് ചെറുപ്പത്തിലെ ശാന്തിയുടെ മന്ത്രങ്ങൾ ഉരുവിട്ട് കൊടുക്കണം. അവർക്ക് ജീവിതത്തിൻ്റെ വഴികൾ കാണിച്ചു കൊടുക്കണം. അതിന് ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ ഉപകരിക്കും എന്നുള്ള പ്രത്യാശയാണ് നമുക്കെല്ലാവർക്കും. ഗ്രന്ഥകർത്താവിനും നന്ദി നേരുന്നു. മനഃശാന്തിയുടെ പാതയിലൂടെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷപൂർവ്വം മുന്നോട്ട് പോവുക. ഒരിക്കൽ കൂടി നല്ല യാത്ര നേരുന്നു. ദൈവം കൂടെ നടക്കുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുക സ്വയം. ദൈവം അനുഗ്രഹിക്കട്ടെ.